അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് നേടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് കസറത്തുസ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് വർദ്ധിപ്പിക്കും. സ്വലാത്ത് ചൊല്ലലല്ല, സ്വലാത്ത് നന്നായി വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി മാക്സിമം. ഒരാള് സ്വഹാബത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞു. അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ഒരു ദിവസത്തിന്റെ 4 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ ഈ സഹാബിക്ക് ബോധ്യപ്പെട്ടു അത് പോരാ, എന്നാൽ ഞാൻ ഒരു ദിവസത്തിന്റെ പകുതി ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നബിയേ. അപ്പോഴും റസൂൽ ഒന്നും പറഞ്ഞില്ല. ഈ സ്വഹാബി പറഞ്ഞു, എന്നാൽ ഞാൻ 2/3 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. റസൂലുള്ളാഹി നിങ്ങൾ മറുപടി പറഞ്ഞില്ല. 4ാമത് പറഞ്ഞു, നബിയെ, എന്റെ ദിവസത്തിന്റെ മുഴു സമയവും എന്നാൽ ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഇതങ്ങ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, യക്ഫീക ഹമ്മ ദുനിയ വൽ ആഖിറ. നിന്റെ ദുന്യവിയും ഉഖ്റവിയുമായ മുഴുവനും ടെൻഷൻ പരിഹരിക്കാൻ അത് മതി. നിന്റെ ഭൗതികവും പാരത്രികവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിനക്കത് മതി. പൂർവിക കാലത്ത് നടന്നൊരു സംഭവം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ പഠിക്കണം. അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ മഹാനവറുകൾ പരിശുദ്ധമായ ഹജ്ജിന്റെ സമയത്ത് കഅബാലയത്തിലെത്തി. മതാഫിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്യാം. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ കഅബ തവാഫ് ചെയ്യുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോ ഈ കുട്ടി സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. തവാഫ് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് വാരിദായ സുന്നത്തായ ദിക്റുണ്ട്. ഓരോ ചുറ്റിലും ഇന്നത് ചെല്ലണമെന്ന് അത് ചെല്ലലാണ് ഏറ്റവും അഫ്ളൽ സുന്നത്ത്. ചെറുപ്പക്കാരൻ അതൊന്നും ചെല്ലാതെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നടക്കും. ഈ മഹാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ നോട്ട് ചെയ്തട വെച്ചു. തവാഫ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിനെ വിളിച്ചു. ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി കരഞ്ഞു. ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു. ഞാൻ എന്താണ് മഹാനവറുകളെ ഞാൻ സുന്നത്തിനെതിരെ ചെയ്തത്? ആ സമയത്ത് ഈ മഹാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഭവനമായ കഅബ ശരീഫ് തവാഫ് ചെയ്യുമ്പോ ഓരോ ചുറ്റിലും ഇന്ന ദുആ നടത്തണമെന്ന് റസൂലുള്ളാഹി സുന്നത്താക്കിയിട്ടുണ്ട്. അത് മാറ്റിയിട്ടെന്തേ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് തവാഫ് ചെയ്തത്? ഇതങ്ങ് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ് പറയുന്നു, ഓ മഹാനവറുകളെ, അത് ഞാൻ ചെയ്യാൻ ഒരു വലിയ മുഖ്യമായൊരു കാരണമുണ്ട്. ഇവിടെയെന്ന് മാത്രമല്ല, എന്റെ നിർബന്ധമായ ഇബാദത്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന മുഴുവൻ സമയവും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ ബാധ്യതപ്പെട്ടു പോയി. അത്രയും വലിയൊരു നിഅമത്ത് ഞാൻ ഹബീബായ തങ്ങളിൽ നിന്ന് ഞാൻ നേടിയെടുത്തു. അപ്പൊ ചോദിച്ചെന്താ മോനെ സംഭവം? ഈ കുട്ടി പറയുന്നു, ഞങ്ങൾ കൂഫയിൽ നിന്ന് വരുന്നവരാണ്. ഞാനൊരു യാത്രാ സംഘത്തിന്റെ കൂടെയാണ് വന്നത്. ആ യാത്രാ സംഘത്തിന്റെ അമീർ ഞാനായിരുന്നു. എന്റെ സംഘത്തിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉണ്ട്. ഞങ്ങൾ യാത്ര പുറപ്പെട്ട് കുറച്ച് സഞ്ചരിച്ചപ്പോ വഴിയിൽ എന്റെ വാപ്പാക്ക് സുഖമില്ലാതായി. ഞങ്ങളൊരു സ്ഥലത്ത് ടെന്റടിച്ചോന്ന് വിശ്രമിച്ചു. ഒന്നിച്ചുള്ള സഹയാത്രികളൊക്കെ പറഞ്ഞു, ഉപ്പാന്റെ രോഗം അല്പ ആശ്വാസാകട്ടെ, എന്നിട്ട് പോകാം. ഞാനൊരു പ്രത്യേക ടെന്റടിച്ച് ഞാനും എന്റെ വാപ്പയും അതിൽ മറ്റുള്ളവർക്കൊക്കെ അപ്പുറമുള്ള ടെന്റ് അവരടിച്ച് താമസിക്കുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ രോഗം പെട്ടെന്നങ്ങ് മൂർജിച്ചു. ഞാൻ വാപ്പാന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോ എന്റെ വാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. വാർപ്പായുടെ വേർപാടിൽ ഞാൻ എന്റെ വാപ്പയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്റെ വാപ്പയുടെ ശരീരത്തിൽ ഒരു വെള്ള തുണി കൊണ്ട് ഞാനൊന്ന് മൂടി. എന്റെ സഹയാത്രികരോട് എന്റെ വാപ്പയുടെ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് ഖൈമയിൽ നിന്ന് പുറത്തിറങ്ങാൻ.
ആ സമയത്ത് ഞാൻ ഒന്നും കൂടെ എന്റെ വാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് വാപ്പയുടെ തലയുടെ ഭാഗത്തു നിന്ന് തുണനീക്കിയിട്ട് അവിടത്തെ ബറക്കത്തുള്ള കവിൾത്തടത്തിൽ ഒരു ഉമ്മ വെക്കാൻ, ഒരു ചുംബനം കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആ തുണിയങ്ങ് നീക്കിയപ്പോ ബേജാറായി പോയി. എന്റെ വാപ്പാന്റെ മുഖത്തിന്റെ പ്രകൃതി മാറിപ്പോയിരിക്കുന്നു. ഒരു വികൃതമായ രൂപത്തില് എന്റെ വാപ്പായുടെ മുഖം മാറിയിട്ടുണ്ട്. ഞാനാകെ ടെൻഷനായി. പിന്നെ എന്റെ മനസ്സിലുള്ള ടെൻഷൻ വാപ്പാന്റെ മരണമല്ല, എന്റെ സഹപ്രവർത്തകൻ സഹയാത്രികരോട് വാപ്പാന്റെ വാർത്ത ഞാൻ അറിയിക്കുമ്പോ അവര് വന്നിട്ട് ഉപ്പാന്റെ ജനാസ നോക്കില്ലേ? ആ സമയത്ത് എന്റെ ഉപ്പാന്റെ വികൃതമായ മുഖമല്ലേ കാണുക? അതൊരു വല്ലാത്തൊരു ഐബാണല്ലോ. ഒരു പന്നിയുടെ മുഖത്തിന്റെ രൂപത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഞാൻ എങ്ങനെ എന്റെ സഹയാത്രികരോട് ഈ കഥ പറയുമെന്ന വേദനയോടെ എന്റെ വാപ്പാന്റെ തലയുടെ ഭാഗത്തിരുന്ന് ഞാനങ്ങനെ പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ ഞാനൊരു സ്വപ്നം കാണുകയാൽ ഒരു വലിയ മഹാനായ മനുഷ്യൻ, വല്ലാതെ ഉയരമൊന്നുമില്ല, നന്നേ കുറിയതുമല്ല, ഒരു മീഡിയം ഹൈറ്റ്, വല്ലാത്ത തിളങ്ങുന്ന മുഖം, ഗംഭീര്യതമുള്ള ഹൈബത്തും വഖാറുമുള്ള ഒരു മനുഷ്യൻ നേരെ എന്റെ വാപ്പയുടെ ജനാസ മയ്യത്തിന്റെ അരികിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുകയാണോ. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സൊക്കെ റാഹത്തായിട്ടുണ്ട്. എന്റെ വാപ്പായുടെ തലയുടെ ഭാഗത്ത് വന്നിട്ട് ആ മനുഷ്യൻ ഇരുന്നു. പതുക്കെ ഒന്ന് തുണി ഇങ്ങനെ പൊക്കിയിട്ട് അതിന്റെ അകത്തൂടെ കൈയിട്ട് ആ വാപ്പയുടെ മുഖം ഇങ്ങനെ തടവുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള ശ്രമമാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, സലാം മടക്കി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എവിടെ നിന്ന് വരികയാ? ആ സമയത്ത് ഈ വന്ന ആഗതൻ എന്നോട് ചോദിക്കുന്നു, മോനെ എന്നെ പരിചയമില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, പരിചയമില്ല, ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാ? അപ്പൊ ഈ ആഗതം പറയുന്നു, ഞാൻ വരുന്നത് മദീനത്തുൽ മുനവ്വറയിൽ നിന്നാ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ആഗതന്റെ മറുപടി, ഞാൻ മറ്റാരുമല്ല മോനെ, അന മുഹമ്മദുർ റസൂലുള്ളാഹി, അന മുഹമ്മദുർ റസൂലുള്ളാഹി, അന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. ഞാൻ മദീനയിൽ നിന്ന് വന്നതാണ് നിന്റെ സങ്കടം കണ്ടിട്ട്. നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ അറിയാതെ വലിയൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്, ആരും അറിയാതെ. അത് മറ്റൊന്നുമല്ല, പലർക്കും പൈസ കടം കൊടുത്തിട്ട് പലിശ വാങ്ങാറുണ്ട് കേട്ടോ. ആ വാപ്പക്ക് ആരുമറിയാത്ത മറ്റൊരു ഗുണമുണ്ട്. എല്ലാ ദിവസവും എന്റെ മേലിൽ നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലി തീർക്കാതെ നിന്റെ വാപ്പ ഉറങ്ങാറില്ല മോനെ. ഇന്ന് മരിക്കുന്ന ഈ ദിവസം പോലും ആ സ്വലാത്തിന്റെ എണ്ണം തീർത്തിട്ടാണ് എന്റെ പേരിൽ അങ്ങനെ വാശി പിടിച്ച് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിച്ച മനുഷ്യൻ നാളെ ആഖിറത്തിൽ എന്റെ മുന്നിൽ ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്റെ റബ്ബ് താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ദുനിയാവിൽ കൊടുത്തതാ. പക്ഷേ ദുനിയാവിൽ എന്നെ പ്രേമിച്ചൊരാശി, എന്നെ സ്നേഹിച്ച് സ്വലാത്തിയുള്ളൊരു മനുഷ്യൻ ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്നത് എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മദീനയിൽ നിന്ന് വന്നതാണ് മോനെ. എന്റെ മുത്തബറക്കായ കൈകൊണ്ട് നിന്റെ വാപ്പാന്റെ മുഖം തടകിയപ്പോ ആ പ്രയാസം തീർന്നിട്ടുണ്ട് മോനെ. വരട്ടെ, അസ്സലാമു അലൈക്കും. ഇത് പറഞ്ഞ ആഗതരങ്ങ് പോയി. ഈ ചെറുപ്പക്കാരിൽ ഉറക്കിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. എന്താണ് ഈ കണ്ടത്, സത്യമാണോ? ഉടൻ എഴുന്നേറ്റ് അത്യാവേശത്തോടെ വാപ്പാന്റെ ജനാസയുടെ അരികിൽ വന്ന് ഹബീബ് മഹാനായ പിതാവിന്റെ തലയുടെ ഭാഗത്തു നിന്ന്
തുണിയൊന്നങ്ങ് മാറ്റി നോക്കുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വികൃതമായ മുഖത്തിന്റെ രൂപം മാറിയെന്ന് മാത്രമല്ല, തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖമായി മാറിപ്പോയി. ഞാനതിന് ശേഷം എന്റെ സഹയാത്രികരോട് ചെന്ന് ഞാൻ എന്റെ വാപ്പാന്റെ മരണ വാർത്ത അറിയിച്ചു. എന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിച്ച് മറവ് ചെയ്തു. ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചതാണ്, മഹാനവറുകളെ, ഞാൻ എന്റെ ഫർളായ ഇബാദത്തിന്റെ സമയം കഴിച്ചു. എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും ഞാൻ അത് ഹബീബിന്റെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തവാഫിൽ പോലും സ്വലാത്ത് ചൊല്ലിയത് എന്ന് മറുപടി കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്തും മദതും കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു മഹത്തായ പ്രവർത്തനമാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.